നമസ്കാരം. ഷെക്കേന ടെലിവിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും നൈസ് ടംബ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പായി നാം ഒരു വാർത്ത കാണുകയുണ്ടായി. കൊച്ചിയിലെ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും തിരുവോസ്തി കളവ് ചെയ്യപ്പെട്ടത്. പിന്നീട് അത് ചതുപ്പ് നിലത്തിൽ നിന്ന് കണ്ടെത്തുകയുമുണ്ടായി. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ കത്തോലിക്ക ദേവാലയങ്ങളിൽ നിന്നും തിരുവോസ്തി കളവ് ചെയ്യപ്പെടുന്നത്? അത് എന്തിനാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്? കേരളത്തിലെ ബ്ലാക്ക് മാസ് എന്താണ് അവരുടെ ലക്ഷ്യം? അവരുടെ പ്രവർത്തനം എന്താണ്? അവർക്ക് എന്തിനാണ് വാഴ്ത്തിയ തിരുവോസ്തികൾ? ഇത്തരത്തിലുള്ള ധാരാളം സംശയങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതിന് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുകയാണ്. അതിന് നമ്മെ സഹായിക്കാനായിട്ട്, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പാലക്കാട് രൂപത വൈദികനായ, അതോടൊപ്പം തന്നെ പാലക്കാട് സെന്റ് മേരീസ് പോളിടെക്നിക് കോളേജിലെ ഡയറക്ടറും കൂടിയായ റവറൻ ഡോക്ടർ മാത്യു ഇല്ലത്തുപറമ്പിൽ അച്ഛനാണ്. ഏറ്റവും സ്നേഹത്തോടെ, അതിലുപരി ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം റവറൻ ഡോക്ടർ മാത്യു ഇല്ലത്തുപറമ്പിൽ. അച്ഛാ, സ്വാഗതം. താങ്ക് യു. സന്തോഷം. അച്ഛൻ്റെ ധാരാളം ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അധികമൊന്നും ലേഖനങ്ങൾ അങ്ങനെ ശ്രദ്ധയപ്പെട്ടില്ലെങ്കിലും അച്ഛൻ്റെ ഫേസ്ബുക്കിലൂടെയാണെങ്കിലും മറ്റു കുറേ രീതിയിൽ അഭിഷിക്തൻ മാഗസിനിലൂടെയൊക്കെ അച്ഛൻ്റെ ലേഖനങ്ങൾ വായിക്കാൻ ഇടയായിട്ടുണ്ട്. ഞങ്ങൾ യുവജനങ്ങൾക്കൊക്കെ ഒത്തിരി മനസ്സിലാവുന്ന രീതിയിലാണ് അച്ഛൻ്റെ എഴുത്തും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു അതിഥി ഇന്നത്തെ ഈ കാര്യങ്ങൾ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് കൃത്യതയോടെ മറുപടി നൽകാൻ പറ്റുന്ന ഒരു അതിഥി തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അച്ഛനുള്ള ഒരു ആദ്യത്തെ ചോദ്യം ഇതാണ്. അച്ഛാ, എന്തിനാണ് കൂദാശ ചെയ്ത തിരുവോസ്തികൾ ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? വിശുദ്ധ കുർബാന പല സന്ദർഭങ്ങളിൽ വളരെ സാധാരണമായിട്ടില്ലെങ്കിൽ പോലും, ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തിലുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരെണ്ണം കൊച്ചിയിൽ ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ അതിനെപ്പറ്റി വായിക്കുകയും മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്തതാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഒരുപക്ഷെ നമുക്ക് 3 ഉത്തരങ്ങൾ പറയാൻ പറ്റും. എന്തായിരിക്കണം ഇത്തരം പ്രവർത്തികളുടെ പിന്നിലുള്ള, ശ്രമങ്ങളുടെ പിന്നിലുള്ള, ഉദ്യമങ്ങളുടെ പിന്നിലുള്ള ചേതോവികാരം? 3 കാര്യങ്ങൾ. ഒന്നാമത്തത് മോഷണത്തിനുള്ള ശ്രമമാണ്. അതായത് സക്രാരിയിലും അല്ലെങ്കിൽ വിശുദ്ധ വസ്തുക്കളിലൊക്കെ സ്വർണമുണ്ട് എന്ന വിചാരം, വിലപ്പെട്ട വസ്തുക്കളാണെന്നുള്ള വിചാരം, അറിവില്ലായ്മ കൊണ്ട് അത് മോഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. പിന്നീട് അത് സ്വർണ്ണമല്ല എന്ന് മനസ്സിലാകുമ്പോൾ തിരുപാത്രങ്ങൾ ഉൾപ്പെടെ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യമുണ്ട്. അത് അങ്ങനെ ആ രീതിയിൽ സംഭവിക്കാം. രണ്ടാമത്തത് ഒരുതരം മതനിന്ദയാണ്. അതായത് കത്തോലിക്കർ ഏറ്റവും പൂജ്യമായിട്ട് കണക്കാക്കുന്ന വിശുദ്ധ കുർബാനയെ അവഹേളിച്ച് കത്തോലിക്കരെ അപമാനിക്കണം, പരോക്ഷമായിട്ടെങ്കിലും ആക്രമിക്കണം എന്ന് വിചാരിക്കുന്ന കുറച്ചു പേരെങ്കിലും കാണും. ഒരു മതനിന്ദയുടെ തരത്തിൽ ഇത് സംഭവിക്കാം. മൂന്നാമത്തത് കറുത്ത കുർബാന അല്ലെങ്കിൽ ബ്ലാക്ക് മാസിന് വേണ്ടിയുള്ള ആ ഉപയോഗത്തിന് വേണ്ടി വിശുദ്ധ കുർബാന അപഹരിച്ചെടുക്കുക, കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയും സക്രാരിയിൽ പൊളിക്കുന്ന ആൾക്കാർ ഉണ്ട്. അല്ലെങ്കിൽ മറ്റു രീതിയിലും വിശുദ്ധ കുർബാന കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ള കാര്യം ഒറ്റനോട്ടത്തിൽ, പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകണം എന്നില്ല. ഒരുപക്ഷെ കൂടുതൽ അന്വേഷിക്കുമ്പോഴായിരിക്കും അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ സർ, ഞാനിപ്പോ ആദ്യത്തെ പറഞ്ഞ 2 കാര്യങ്ങളും ഓക്കെ, നമുക്കതൊരു വേറൊരു രീതിയിൽ ലെവൽ എടുക്കാമെങ്കിലും മൂന്നാമത് അച്ഛൻ പറഞ്ഞ ഈ കറുത്ത കുർബാന അല്ലെങ്കിൽ ബ്ലാക്ക് മാസ്, അതിനെപ്പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രത്യേകിച്ച് കേരളത്തിൽ അത് അല്പം കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛാ, എന്താണ് ഈ ബ്ലാക്ക് മാസ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് എങ്ങനെയാണ് നടത്തപ്പെടുന്നത്? അതിനെ കുറിച്ചൊന്ന് പറയാമോ? വാസ്തവത്തിൽ ബ്ലാക്ക് മാസ് അല്ലെ കറുത്ത കുർബാന എന്നുള്ളത് പാശ്ചാത്യ സമൂഹത്തിൽ നിന്ന് ഒരു കാലത്ത് ഉത്ഭവിച്ച് പിന്നീട് മറ്റ് പല നാടുകളിലേക്കും വ്യാപിക്കുകയും കേരളത്തിൽ ഉൾപ്പെടെ പൈശാചിക ആരാധന നടത്തുന്നവരുടെ ഇടയിൽ പ്രചാരണത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ആരാധനാ രീതിയാണ്. കൃത്യമായിട്ട് എന്താണെന്ന് ചോദിച്ചാല് വിശുദ്ധ കുർബാനയുടെ പൈശാചികമായ ഒരു പാരഡിയാണ് കറുത്ത കുർബാന എന്ന് പറയാം. അതായത് കത്തോലിക്കർ ഏറ്റവും പരിഭാവനമായിട്ട് കണക്കാക്കുന്ന വിശുദ്ധ കുർബാന അർപ്പണത്തെ ഏറ്റവും നിന്ദ്യവും നീചവും പൈശാചികവുമായ രീതിയിൽ അവതരിപ്പിച്ച് പിശാചിന് ആരാധന അർപ്പിക്കുന്ന രീതിയാണ് കറുത്ത കുർബാന എന്ന് പറയുന്നത്. വേറെ വാക്കുകളിൽ പറഞ്ഞാൽ കുർബാനയുടെ എല്ലാ രൂപക്രമങ്ങളും എടുത്തിട്ട് അതിനെ കറുത്തതാക്കി മാറ്റി, അല്ലെ പൈശാചികമാക്കി മാറ്റി അവതരിപ്പിക്കുന്ന രീതിയാണ് കറുത്ത കുർബാനയിലുള്ളത്. എന്നാൽ കുർബാനയിൽ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ, ബാഹ്യവും അല്ലാത്തതുമായ കാര്യങ്ങളുണ്ടോ, പ്രാർത്ഥനകളുണ്ടോ, വായനകളുണ്ടോ, അതിന്റെ എല്ലാം പൈശാചികമായ ഒരു വകഭേദം അവതരിപ്പിക്കുക എന്നുള്ളതാണ് കറുത്ത കുർബാനയിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. അതായത് പുരോഹിതന്റെ സ്ഥാനത്ത് അവിടെ ഒരു പുരോഹിതൻ ഉണ്ടാവും, തിരുവസ്ത്രങ്ങളുടെ സ്ഥാനത്ത് കറുത്ത വസ്ത്രങ്ങളാണെങ്കിൽ തിരികൾ ഉണ്ടാവും, അത് കറുത്ത തിരികളായിരിക്കും. അല്ല, അൾത്താര ഉണ്ടാവും, അത് ഏറ്റവും വികൃതമായ രൂപത്തിലായിരിക്കും. ചിലപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരം തന്നെയായിരിക്കും അൾത്താര. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സ്ഥാനത്ത് മറ്റെന്തെങ്കിലും വസ്തുക്കളായിരിക്കും. ചിലപ്പോൾ കിഴങ്ങായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെള്ളമായിരിക്കാം, മദ്യമായിരിക്കാം.
ഹന്നാൻ വെള്ളം തളിക്കുന്ന ക്രമത്തിന് പകരമായിട്ട് ചിലപ്പോൾ മൂത്രം തളിച്ചേക്കാം. അങ്ങനെ പല രീതിയിൽ വിശുദ്ധ കുർബാനയെ എങ്ങനെ അവഹേളിക്കാമോ അതുപോലെ വിശുദ്ധ കുർബാനയുടെ രൂപസാദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്ലാക്ക് മാസ് എന്ന് പറയുന്നത്. ബൈബിൾ അവര് വായിക്കും, ചിലപ്പോൾ തലതിരിച്ചായിരിക്കും, ബൈബിളിനെ അപമാനിക്കും, ചവിട്ടിത്തേക്കും, അല്ലെങ്കിൽ തിരുവോസ്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ അപമാനിക്കും. ഈ രീതിയിലെല്ലാം എന്തുമാത്രം പൈശാചികമായിട്ട് ഈ വിശുദ്ധ കർമ്മത്തെ അവതരിപ്പിക്കാമോ അങ്ങനെ ചെയ്യുന്നതാണ് ബ്ലാക്ക് മാസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതെങ്ങനെ നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമുക്ക് ഇതിങ്ങനെ, അതായത് നമുക്കറിയാലോ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ മറ്റൊരു മതവിശ്വാസത്തെ അല്ലെങ്കിൽ മതരീതിയെ നിന്ദിക്കുന്ന ഒരു കാര്യമല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അങ്ങനെ വരാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അച്ഛൻ എന്ത് മറുപടിയാണ് പറയാനുള്ളത്? അത് എല്ലാ രാജ്യങ്ങളിലും, ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഇതേ വിഷയമുണ്ട്. മറ്റ് മതാചാരങ്ങളെ മാനിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളിലുള്ള ഒരു പൊതുവായിട്ടുള്ള ബോധവും പൊതു നിയമത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് മാസ് പോലുള്ള കർമ്മങ്ങളൊക്കെ പലപ്പോഴും രഹസ്യമായിട്ടാണ് അല്ലെങ്കിൽ വളരെ അടഞ്ഞ ഇടങ്ങളിലാണ് ഇതൊക്കെ അരങ്ങേറുന്നത്. അതുകൊണ്ട് ഒരു പൊതുവേദിയിൽ ബ്ലാക്ക് മാസ് എന്ന രീതിയിൽ അവതരിപ്പിക്കലൊക്കെ വളരെ പ്രയാസമാണ്, അത്ര എളുപ്പമല്ല. അമേരിക്കയിൽ ഏതാനും അടുത്ത വർഷങ്ങൾക്കുള്ളിൽ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെ ഒരു ശ്രമം, യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു ബ്ലാക്ക് മാസ് ചെല്ലാനായിട്ട് ഒരു ഗ്രൂപ്പുകാര് ശ്രമിച്ചു, മുൻകൂട്ടി അറിയിച്ചു, യൂണിവേഴ്സിറ്റി അതിന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചു. അതേസമയം അതുപോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഒരു വിഷയം, ഈ ബ്ലാക്ക് മാസ് ചെല്ലാനായിട്ട് തുനിഞ്ഞു വരുന്നവർക്കും അവരുടെ സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന സമൂഹങ്ങളുണ്ട്. അപ്പൊ അവരുടെ അവകാശങ്ങളെ പറ്റി പറയാൻ ആൾക്കാരുണ്ട്. ഏതായാലും അവിടെ പിന്നീട് അത് നടന്നില്ല, അത് ക്യാമ്പസിന് പുറത്തേക്ക് പോയി. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ വളരെ രഹസ്യമായിട്ടും ഗോപ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. അതിന് വേറെയും കാരണങ്ങളുണ്ട്. ചരിത്രപരമായിട്ട് ഇത്തരം സങ്കേതങ്ങളിലൊക്കെ മയക്കുമരുന്ന് ഉപയോഗവും അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നു അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു പൊതു സമൂഹത്തിൽ തുറന്ന ഇടങ്ങളിൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നും പറയാൻ നമുക്ക്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വാഴ്ത്തിയ തിരുവോസ്തിയൊക്കെ അവർ അപമാനിക്കുന്ന രീതിയിലാണ് ഈ കറുത്ത കുർബാന നടക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വാഴ്ത്തിയ ഓസ്തിയാണെന്ന് എനിക്ക് ഒരു പക്ഷേ നമ്മൾ ഈ കുർബാന അനുദിനം സ്വീകരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് പോലും ഏതാണ് ഈശോയുടെ യഥാർത്ഥ അല്ലെങ്കിൽ വാഴ്ത്തിയ ഓസ്തി ഏതാണ്, അതല്ലാതെ വാഴ്ത്താത്ത ഓസ്തി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇവരെങ്ങനെയാണ് ഇത് തിരിച്ചറിയുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. അതായത് ഒരു സാധാരണ ഒരാൾക്ക് വാഴ്ത്തിയ ഒരു തിരുവോസ്തിയും വാഴ്ത്താത്ത അല്ലെ കൂദാശ ചെയ്യാത്തൊരു ഓസ്തിയും തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം ബാഹ്യമായിട്ട് അത് ഒരുപോലെ ഇരിക്കും. എന്നാൽ പൈശാചിക ആരാധന നടത്തുന്നവർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. തിരിച്ചറിയാൻ പറ്റുന്നത് ഒരു മാനുഷിക ഗുണം ആയതുകൊണ്ടല്ല, ഒരു മാനുഷികമായ കഴിവിന്റെ പേരിലല്ല, മറിച്ച് അതൊരു പൈശാചിക പ്രഭാവമാണ്. അതായത് പൈശാചികമായ ഒരു കഴിവാണ് ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റുക എന്നുള്ള കാര്യം. ഇത് പുതിയ കാര്യമല്ല, നമ്മൾ സുവിശേഷത്തിൽ തന്നെ കാണുന്നുണ്ട്. മറ്റ് മനുഷ്യരെ, ഈശോയുടെ ചുറ്റുമുണ്ടായിരുന്നവര് ഈശോയെ ദൈവപുത്രനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ നിന്നപ്പോൾ പിശാച് ബാധിതർ അല്ലെ പിശാച് ഈശോയെ ദൈവപുത്രനായിട്ട് കണ്ട് തിരിച്ചറിയുന്നുണ്ട്. ഉദാഹരണങ്ങൾ പലതുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1:24, 1:34, മർക്കോസ് 3:11, മർക്കോസ് 5:11 ഒക്കെ ഏതാനും ഉദാഹരണങ്ങളാണ്. അപ്പൊ അത് പിശാചിന് വളരെ എളുപ്പത്തിൽ ഇത് യേശുവാണ് അല്ലെ യേശു ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതേ പ്രത്യേകത ഇപ്പോഴും ഉണ്ട്. അതായത് അങ്ങനെ ആരെങ്കിലും ഈ വാഴ്ത്തിയ തിരുവോസ്തിയെ കൂദാശ ചെയ്യാത്ത തിരുവോസ്തിയിൽ നിന്ന് വേർതിരിച്ചറിയുന്നുണ്ടെങ്കിൽ, ബാഹ്യമായ ഒരു പ്രത്യേകതകൾ കൊണ്ടല്ലാതെ കഴിവുകൊണ്ടല്ലാതെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിനൊരു പൈശാചിക സ്വഭാവമായിട്ട് വേണം മനസ്സിലാക്കാനും കണക്കാക്കാനും. അതുകൊണ്ട് ഈ സാത്താന ആരാധനയിൽ സാത്താന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ആണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ഓക്കെ, തീർച്ചയായും. അപ്പൊ അങ്ങനെയുള്ള ഒരു തിരിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ പൈശാചിക സാന്നിധ്യം അല്ലെങ്കിൽ ആ പൈശാചിക സാന്നിധ്യമുള്ളവർക്ക് ഈശോയുടെ തിരുശരീരം തിരിച്ചറിയാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു മാമോദിസ സ്വീകരിച്ച അല്ലെങ്കിൽ ഈശോയെ ആദ്യ കുർബാന കഴിഞ്ഞ ഒരു വ്യക്തി ഈശോയെ സ്വീകരിക്കുമ്പോൾ അത് ഈ ജീവിക്കുന്ന ഈശോയുടെ ശരീരമാണെന്ന് അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ കുട്ടികളെ, യുവജനങ്ങളെയൊക്കെ നമുക്ക് അല്പം കൂടി ഒന്ന് പഠിപ്പിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും പഠിപ്പിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ പഠിപ്പിക്കുന്ന വാക്ക് എന്തുമാത്രം ശരിയാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. യഥാർത്ഥത്തില് ഇത് പഠിപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കണക്ക് പഠിപ്പിക്കുന്നത് പോലെയോ കവിത പഠിപ്പിക്കുന്നത് പോലെയോ ഈശോയുടെ സാന്നിധ്യം ഈ അപ്പത്തിൽ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞു പഠിപ്പിക്കൽ അത്ര എളുപ്പമല്ല. ബോധ്യപ്പെടുത്തലാണ് പ്രധാനം. ഈ ബോധ്യപ്പെടുത്തുന്നതിന്റെ ആദ്യത്തെ തലം ഇവരെങ്ങനെ ബോധ്യപ്പെടുത്തും? അത്ര എളുപ്പമല്ല ഈ കാര്യം. എങ്ങനെ ബോധ്യപ്പെടുത്തും എന്ന് ചോദിച്ചാൽ ഇത് വിശ്വാസത്തിന്റെ വിഷയമാണ്, അങ്ങേയറ്റത്തെ മഹാരഹസ്യമാണ്. അതുകൊണ്ട് തന്നെ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈശോയുടെ സാന്നിധ്യം ഈ അപ്പത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അതെങ്ങനെ ഈ ബോധ്യപ്പെടുത്തുന്ന ചോദിച്ചാല്
ഏറ്റവും അടിസ്ഥാനപരമായ വിശദീകരണം അപ്പത്തിൽ കൂദാശ ചെയ്യപ്പെട്ട് അപ്പത്തിൽ ഈശോയുണ്ട്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം അത് ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 16-ാം നൂറ്റാണ്ടിലെ ട്രെൻഡ് കൗൺസിൽ വിശുദ്ധ കുർബാനയെ പറ്റി പഠിപ്പിച്ചപ്പോ അതിന്റെ വിശദീകരണമായിട്ട് പറഞ്ഞു തുടങ്ങിയത് ഈശോ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു ഈ അപ്പത്തിൽ വിശുദ്ധ കുർബാനയിൽ ഈശോയുണ്ട്. അതിനേക്കാൾ വലിയ വിശദീകരണം ഒന്നും കൊടുക്കാൻ ട്രെൻഡ് കൗൺസിൽ തുനിഞ്ഞിട്ടില്ല. പിന്നീട് ഇപ്പോഴത്തെ സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥം 1376 നമ്പർ, ആ നമ്പറിലും ഈ കാര്യം പറഞ്ഞു വരുമ്പോൾ പറയുന്നത് ആദ്യത്തെ കാര്യം ഈശോ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ അപ്പത്തിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബോധ്യത്തിലേക്കുള്ള വഴി. അവിടെ വേണം നമ്മൾ തുടങ്ങാൻ തോന്നുന്നു. അതായത് ഈശോയിൽ വിശ്വസിക്കുന്ന ആള് ഈശോയുടെ വാക്കുകളെയും വിശ്വസിക്കണം. ആ വാക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, അതായത് ഇത് എന്റെ ശരീരമാണ് എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് അത് ബോധ്യപ്പെടുത്തൽ അവിടെ ആരംഭിക്കണം. അതിലുപരി ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം സത്യമായും നിത്യമായും ഉണ്ടെന്ന് ഉറപ്പിക്കാൻ അവർ നോക്കുന്നത് കുർബാനയിലേക്ക് മാത്രമല്ല, കുർബാന അർപ്പിക്കുന്ന വൈദികനിലേക്കും കുർബാന സ്വീകരിക്കുന്ന കുർബാന ഉൾക്കൊള്ളുന്ന വ്യക്തികളിലേക്കും കുർബാന അർപ്പിക്കുന്ന ജനസമൂഹത്തിലേക്ക് അവർ നോക്കുന്നുണ്ട്. അതിൽ നിന്ന് വേണം ഈ വിശ്വാസം പഠിക്കാനായിട്ട്, അതിൽ നിന്ന് വേണം ഈ ബോധ്യങ്ങൾ സ്വീകരിക്കാനായിട്ട്. അതായത് വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു സമൂഹമാണെങ്കിൽ, ഒരു ഇടവക സമൂഹമാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിശ്വാസ സമൂഹമാണെങ്കിൽ അവിടെ ഈ വിശ്വാസം കുറെ കൂടി എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യപ്പെടും. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു സമൂഹമാണെങ്കിൽ അവിടെ എളുപ്പമുണ്ട്. അത് പറഞ്ഞ കുട്ടികൾക്ക് ബോധ്യമാകും. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ സമൂഹത്തിലും കുടുംബങ്ങളിലും മാത്രമേ ഈ തരത്തിലുള്ള ഒരു വിശ്വാസ കൈമാറ്റം ഞാൻ അതിലേക്ക് ഇപ്പോ അച്ഛൻ ഇപ്പോഴും വടക്കഞ്ചേരി നമ്മുടെ പോളിടെക്നിക് കോളേജിന്റെ ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പൊ അച്ഛന് കോളേജിലാകുമ്പോൾ ധാരാളം യുവജനങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ അച്ഛന്റെ കോളേജിലുണ്ട്. ഒരുപക്ഷെ അച്ഛന്റെ കോളേജിൽ ഇത്തരത്തിലുള്ള സംഭവം ഇല്ല എങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ധാരാളം കോളേജുകളിൽ ഈ സാത്താൻ സേവർ അല്ലെങ്കിൽ ബ്ലാക്ക് മാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമുകൾ ഒക്കെ നമ്മുടെ യുവജനങ്ങളെ ശരിക്കും ടാർഗറ്റ് ചെയ്ത് അവരുടെ പിന്നാലെ തന്നെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ യുവജനങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഇവർ പിന്നാലെ വരുമ്പോൾ നമുക്ക് എപ്രകാരമാണ് ഇതിനൊരു ബദലായിട്ട് അല്ലെങ്കിൽ ഇതിന് അവരെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അവയർനെസ്സോ കാര്യങ്ങളോ ഒക്കെ സഭയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ അധികാരികളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവേണ്ട ഒരു സമയമല്ലേ ഇത്? അത്തരം സംഭവങ്ങൾ, അതായത് വിശ്വാസ കാര്യങ്ങളിൽ ഗുരുതരമായ രീതിയിൽ വഴിതെറ്റിപ്പോകുന്ന യുവജനങ്ങളുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ അകത്തും പുറത്തുമുണ്ട്, വ്യക്തികളുടെ ഉള്ളിലുണ്ട്, സമൂഹത്തിലുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടൊക്കെ ബന്ധപ്പെട്ട കേരളത്തിന് പുറത്തും എല്ലാം ഉണ്ട്. പറഞ്ഞത് വളരെ ശരിയാണ്. വാസ്തവത്തിൽ നമ്മൾ എവിടെയാണ് തുടങ്ങേണ്ടത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഒരു ഞാൻ പഴയാള് ചൊല്ലിക്കൊണ്ടാണ്. അതായത് നമുക്ക് പിഴച്ചു പോയിരിക്കുന്നു. ഇവരെ വിശ്വാസത്തിൽ നിലനിർത്താനും ബോധ്യം കൊടുക്കാനും ഇവരെ വിശുദ്ധ കുർബാനയുള്ള ആഴമായി ബോധ്യത്തിൽ നിലനിർത്തിക്കൊണ്ടുവരാനും വളർത്താനും നമുക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞിട്ട് വേണം ഈ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും. മാതാപിതാക്കൾ എന്ന നിലയിൽ, വൈദികർ എന്ന നിലയിൽ, സഭയിലെ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന ആൾക്കാർ എന്ന നിലയിൽ, പ്രത്യേകിച്ച് മതാധ്യാപകർ എന്ന നിലയിൽ ഈ പുതുതലമുറയെ വിശ്വാസകാര്യത്തിൽ പിടിച്ചു നിർത്താനും ബോധ്യങ്ങൾ കൊടുക്കാനും ഉറപ്പിക്കാനും നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം വിനയപൂർവ്വം സമ്മതിച്ചിട്ട് വേണം ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ അവരെ തന്ത്രപരമായിട്ട് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല, വകഞ്ഞു പിടിച്ച് വിശ്വാസത്തിലേക്ക് കയറ്റിക്കൊണ്ടുവരാനും സാധിക്കില്ല. ഇതൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായി 100% സത്യസന്ധമായ രീതിയിൽ മാത്രം സമീപിക്കേണ്ട വിഷയങ്ങളാണ്. അതെങ്കിൽ മാത്രം ഇത് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അതുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ സാത്താൻ ആരാധനയിലേക്കും ബ്ലാക്ക് മാസിലേക്കൊക്കെ പോകുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഉള്ളിൽ ഭൗതികേതരമായ അതിനതീതമായ കാര്യങ്ങളോടുള്ള ദാഹം ഉണ്ട് എന്നത് തന്നെയാണ്. അവരുടെ ഉള്ളിൽ ഭൗതിക അതീതമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ദാഹമുണ്ട്. ആ ദാഹം ദൈവത്തിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ദാഹം ഒരുപക്ഷെ മയക്കുമരുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്, ലഹരി വസ്തുക്കളിലേക്ക് എത്തിക്കുന്നുണ്ട്, സാത്താൻ ആരാധനയിലേക്ക് എത്തിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ കർത്താവിലേക്ക് എത്തുന്നില്ല, ദൈവത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മൾ തുടങ്ങേണ്ടത് ഈ കാര്യത്തിലാണ്. അതായത് ഇങ്ങനെ ഈ ബ്ലാക്ക് മാസിലേക്കൊക്കെ പോകുന്ന യുവജനങ്ങളുടെ ഉള്ളിൽ ആത്മീയമായ അതിഭൗതികമായ കാര്യങ്ങളോടുള്ള ദാഹം തെറ്റായ രൂപത്തിലാണെങ്കിലും ഉണ്ട്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇംഗ്ലീഷ് എഴുത്തുകാരനായ G.K. ചെസ്റ്റർട്ടൺ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഈ വേശ്യാലയം സന്ദർശിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. വേശ്യാലയത്തിന്റെ വാതിൽക്കൽ പോയി മുട്ടുന്ന ഒരാൾ തേടുന്നത് എന്താണ്? ചെസ്റ്റർട്ടൺ പറയാണ്, അയാൾ തേടുന്നതും ദൈവത്തെയാണ്.
പക്ഷെ തെറ്റായ സ്ഥലത്ത് പോയി അയാൾ മുട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തെറ്റായ സ്ഥലത്ത് പോയി മുട്ടുന്ന ആൾക്കാരാണ് നമ്മുടെ ചെറുപ്പക്കാര്. അപ്പൊ അവരെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വളരെ ബൃഹത്തായ ശ്രമകരമായ ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് ഏതെല്ലാം തരത്തിൽ വേണം എന്ന് നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സൂചന അവരിലും അതീതമായ ഭൗതികാതീതമായ ചില കാര്യങ്ങളോടുള്ള ദാഹമുണ്ട്. നമുക്ക് ബൈബിളിൽ തന്നെ ഏറ്റവും വലിയ സൂചന തരുന്ന കാര്യം, ബൈബിളിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ സൂചന പരിശുദ്ധാത്മാവിനെ ഒരു ലഹരിയായിട്ട് അവതരിപ്പിക്കാനും മനസ്സിലാക്കാനും കാണാനും സാധിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവെന്ന ലഹരി തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ, ജീവിതത്തിൽ കയറിക്കൂടി കഴിയുമ്പോൾ മറ്റ് ലഹരികളുടെ പിന്നാലെ ചെറുപ്പക്കാരും അല്ലെ മുതിർന്നവരും പോവില്ല എന്നുള്ളതാണ് സൂചന. നടപടി പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പെന്തക്കോസ്തായുടെ സമയത്ത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞ അപ്പോസ്തലന്മാർ കാണപ്പെട്ടത് മത്ത് പിടിച്ചവരെ പോലെയാണ്, ലഹരിക്ക് അടിപ്പെട്ടവരെ പോലെയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു സൂചനയാണ്. അപ്പൊ അതുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് ആത്മാവെന്ന ലഹരി സ്വീകരിക്കുന്ന ഒരാൾക്ക് ഈ വഴിതെറ്റലുകൾ ഉണ്ടാകുക ഒട്ടും പോലും സാധ്യമല്ല എന്നൊരു ഉറപ്പ് നമുക്ക് തീർച്ചയായിട്ടും. ഓക്കെ സാർ, വളരെ വ്യക്തമാണ്. ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്കും കൂടി പോവുകയാണ്. അതായത് നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ കൊച്ചിയിലാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഇൻസിഡന്റ് എടുക്കുന്നതേ ഉള്ളൂ. കൊച്ചിയിലാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി, പിന്നെ പരിശുദ്ധ കുർബാനയെ മോഷ്ടിക്കപ്പെടുന്നതും പിന്നെ ഒരു ചതുപ്പ് നിലത്തിൽ നിന്ന് കണ്ടെത്തുന്നതും ഒക്കെ. പക്ഷേ അതിന്റെ പിന്നിൽ പെട്ടെന്ന് അതിന്റെ ബാക്കി എന്താണ്, അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് പിന്നെ നമ്മളൊന്നും അറിയുന്നില്ല. കുറച്ച് ആ ഒരു വാർത്ത അറിഞ്ഞു, അതിന് പിന്നാലെ ബിഷപ്സും അതേപോലെ കുറച്ച് വിശ്വാസികളും പരിഹാര പ്രാർത്ഥനയും കാര്യങ്ങളും നടത്തി. അതിന്റെ കാര്യങ്ങൾ അവിടെ തീർന്നതല്ലാതെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞിട്ടില്ല. അപ്പോൾ പലതും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അറിയുന്നത്. എങ്കിലും ഞാനിപ്പോൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിൽ ദിവ്യകാരുണ്യത്തെ ഇത്തരത്തിൽ അവഹേളിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളിലും ഒരു വിശ്വാസി എന്ന നിലയിൽ അല്ലെങ്കിൽ സഭ എങ്ങനെയാണ് അത് കൈക്കൊള്ളേണ്ടത്, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ച് വലിയ വേദന ഉണ്ടാക്കുന്ന, ആത്മീയമായിട്ടുള്ള സങ്കടം ഉണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അത് സാമാന്യഗതിയിൽ എപ്പോഴും അത് പ്രകടിപ്പിക്കപ്പെടാറുമുണ്ട്, ഗൗരവമായ രീതിയിൽ കണക്കാക്കപ്പെടുന്നുമുണ്ട്. സാധാരണഗതിയിൽ എല്ലാം ചെയ്യുന്നത് അത്തരം അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ അവഹേളിക്കപ്പെട്ട വിശുദ്ധ കുർബാനയ്ക്ക് ആ സാഹചര്യത്തിന് പകരമായിട്ട് പരിഹാരം ചെയ്യുന്നു, കൂടുതൽ സ്നേഹിക്കാനിടയാവുന്നു, കർത്താവിനെ ആരാധിക്കുന്നു, പരസ്യമായിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയുടെ വിശ്വാസം ഏറ്റുപറയുന്നു. അതൊക്കെയാണ് ചെയ്യാറുള്ളത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആരുടെയെങ്കിലൊക്കെ പാപത്തിനും തെറ്റിനും ദൈവം നിന്നയ്ക്കും പരിഹാരമായിട്ട് വിശ്വാസികൾ സ്നേഹത്തിന്റെ പരിഹാര പ്രകടനങ്ങൾ ചൊല്ലുകയും പരിഹാര പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്ന രീതി സഭയിലുണ്ട്. അത് വേണ്ടതുമാണ്. ഇനി അതേസമയം കൂട്ടിച്ചേർത്ത് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം, ചിലപ്പോഴെങ്കിലും ഈ സാമൂഹിക മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. വിശുദ്ധ കുർബാന അവഹേളിച്ചവർക്ക് തക്ക ശിക്ഷ കിട്ടും, അവര് ശിക്ഷിക്കപ്പെടും, കർത്താവ് അവരെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്ന എഴുത്തുകളൊക്കെ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർ വിശ്വാസത്തിന്റെയും വിശുദ്ധ കുർബാനയുടെയും പക്ഷത്തുനിന്ന് നോക്കുമ്പോൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവര് അവര് ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാരല്ല, രക്ഷിക്കപ്പെടേണ്ട ആൾക്കാരാണ്. രക്ഷിക്കപ്പെടേണ്ടത് ക്രിസ്തുവിനാൽ തന്നെ രക്ഷിക്കപ്പെടേണ്ട ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരോട് വിരോധമോ അല്ലെങ്കിൽ അവരുടെ മേൽ ശിക്ഷ ചൊരിയാനുള്ള വെമ്പലോ അല്ല ഉണ്ടാവേണ്ടത്, മറിച്ച് അവർ രക്ഷിക്കപ്പെടാനുള്ള ആൾക്കാരാണെന്നുള്ള ബോധ്യവും അതിനുള്ള ഒരു ആഗ്രഹവുമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നതാണ്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി എന്നോട് ചോദിക്കുകയാണ്. നമ്മുടെ ഒരു ദേവാലയത്തിൽ കയറി, അതായത് ഒരു 4-5 വാതിലുകളൊക്കെ ഉള്ള ദേവാലയത്തിന്റെ ഉള്ളിൽ കയറി സക്രാരി എപ്പോഴും നമ്മൾ ലോക്ക് ചെയ്ത് വെക്കാറുള്ളതാണ്. ആ സക്രാരിയും തുറന്ന് അതിൻ്റെ അകത്തുനിന്ന് ദിവ്യകാരുണ്യത്തെ എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സേഫ്റ്റി കുറവിന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവാതിരിക്കാൻ നമുക്കൊരു മുൻകരുതൽ എടുത്താൽ കുറേയൊക്കെ തടയാൻ സാധിക്കത്തില്ലേ? എന്റെ ഒരു ബോധ്യം സാമാന്യഗതിയിൽ നമ്മൾ നല്ല മുൻകരുതലുകൾ എടുക്കാറുണ്ട്. അതല്ലെങ്കിൽ ഇതിനേക്കാൾക്ക് വ്യാപകമായിട്ട് തീർച്ചയായിട്ടും ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ സംഭവിച്ചു പോകാവുന്നതാണ്. അതുകൊണ്ട് സാമാന്യഗതിയിൽ നല്ല മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന പൂട്ടിയാണ് സൂക്ഷിക്കുന്നത്, താക്കോലുകൾ അലക്ഷ്യമായിട്ട് എവിടെയെങ്കിലും ഇടാറില്ല, അല്ലെങ്കിൽ അച്ഛന്മാര് താമസിക്കാത്ത ആരെങ്കിലും താമസിക്കാത്ത സ്ഥലങ്ങളിൽ ദിവസങ്ങളോളം വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന പതിവും ഇല്ല. അതുകൊണ്ട് മുൻകരുതലുകളെല്ലാം എടുക്കാറുണ്ട്. എന്നാലും ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്, സത്യമാണ് താൻ. അതിന്റെ ഒരു സൂചന, അതിന്റെ ഒരു അർത്ഥം ഒരുപക്ഷെ ചിലരെങ്കിലും ഈ കാര്യത്തിൽ ചെറിയ അലംഭാവം, അശ്രദ്ധ കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ജാഗരൂകത പാലിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. കാരണം വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ട് കൂടെ മാറേണ്ട സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് സാമാന്യഗതിയിൽ തീർച്ചയായിട്ടും ശ്രദ്ധ ചെലുത്തുന്നതാണ്. കൂടുതൽ ശ്രദ്ധിക്കാൻ ഉണ്ടായേക്കാം.
ഇത്തരം സംഭവങ്ങൾ അതാണ് തെളിയിക്കുന്നത്. ഓക്കെ, അപ്പോൾ അച്ഛൻ പറയും ഇപ്പൊ ഇത്തരത്തിൽ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ക്രൈസ്തവരെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വിശ്വാസികളുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുകയാണോ, അതോ ഇത്തരത്തിൽ ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ ചിലരെങ്കിലും പറയില്ലേ കർത്താവ് നിന്നെ രക്ഷിക്കാൻ നിനക്ക് പോലും പറ്റുന്നില്ലേ എന്നുള്ളൊരു ചോദ്യവും ചിലപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ വേണമെങ്കിൽ ഇപ്പൊ അച്ഛന്റെ കോളേജിലായാലും പിള്ളേരായാലും കർത്താവിന് പോലും കർത്താവിനെ നോക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്താ? തീർച്ചയായിട്ടും അവര് സുവിശേഷങ്ങൾ വായിക്കുകയാണെങ്കിൽ അവരങ്ങനെ പറയില്ല. സുവിശേഷങ്ങളിൽ നിന്ന് അകലുള്ളവർ അത് തീർച്ചയായിട്ടും പറയും. കാരണം കുരിശിൽ കിടന്ന കർത്താവിനെ നോക്കിയിട്ടും ബാക്കി അവന്റെ ശത്രുക്കൾ പറഞ്ഞത് നിനക്ക് നിന്നെ തന്നെ രക്ഷിച്ചുകൂടെ എന്നാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് രക്ഷ പറഞ്ഞ നിനക്ക് സ്വന്തം രക്ഷ ഉറപ്പാക്കാൻ പറ്റിയില്ലേ എന്നുള്ള ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ട്. അതേ ചോദ്യം ഇക്കാലത്തും മനുഷ്യർ ഉന്നയിച്ചേക്കും. കാരണം അവർക്ക് സുവിശേഷമായിട്ട് വലിയ അടുപ്പില്ല. അതുകൊണ്ടാണ് അത്തരം ചോദ്യം ഉണ്ടാകുന്നത്. അതായത് ഈശോ തന്റെ ശക്തി എന്തിലാണ് പ്രകടിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഈശോ തന്റെ ശക്തി ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് തന്റെ സ്നേഹത്തിലാണ്. ഈ ദൈവിക രഹസ്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾ ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ ചോദ്യങ്ങളെ നമുക്ക് വിലക്കാൻ പറ്റില്ല. ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന മനുഷ്യരുണ്ടാവും. അത്തരം ചോദ്യങ്ങൾക്ക് അവർക്ക് ബോധ്യമാവുന്ന രീതിയിൽ ഉത്തരങ്ങൾ പറയുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം എത്രയോ നമുക്കറിയാം, എത്രയോ നിശബ്ദമാണ്, എത്രയോ ശക്തിഹീനമാണ്, അടയാളങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഒരു വെളുത്ത ചെറിയ അപ്പത്തിലെ ഈശോയുടെ സാന്നിധ്യം യാതൊരു തരത്തിലുള്ള ശക്തി പ്രകടനവും നടക്കുന്നില്ല. ഒരു ജീവന്റെ ഒരു അടയാളവും കാണിക്കുന്നില്ല. അതിൽ ഈശോ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈശോ വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ചില അടയാളങ്ങളിലൂടെ തന്റെ സാന്നിധ്യം, ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലെ സാന്നിധ്യം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന കാര്യം ശരിയാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അത് വിശ്വാസത്തിന്റെ വിഷയമായിട്ട് നമ്മൾ കാണുകയും ഈശോയെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ ചോദ്യങ്ങൾ വരുന്നത് കേവല യുക്തിയുടെ ഭാഗമായിട്ടാണ്, വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ചോദ്യങ്ങളല്ല. ഓക്കെ, ക്ലിയർ. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി, എൻ്റെ ഒരു ആശങ്കയും കൂടിയാണ് ഞാൻ ഇപ്പൊ അച്ഛനോട് പങ്കുവയ്ക്കുന്നത്. അതായത് നമ്മളിപ്പോ ഇനി അറിയാം, നമുക്ക് ഇനി ഓശാന തുടങ്ങി വിശുദ്ധവാരം എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിപ്രധാന ദിവസങ്ങളായതുകൊണ്ട് തന്നെ എല്ലാവരും ദേവാലയങ്ങളിലേക്ക്, അവരവരുടെ ദേവാലയങ്ങളിലേക്ക് വരുവാനും കുദാശകളിൽ കൂടുതൽ ഭക്തിയോടെ പങ്കെടുക്കാനുള്ള സമയങ്ങളാണ്. ആ സമയത്ത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നമ്മുടെ കുർബാന ഇപ്പോൾ കോവിഡ് മാനദണ്ഡമൊക്കെ ആയതുകൊണ്ട് നമ്മളത് കൈകളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു സേഫ്റ്റി കുറവായിട്ട്, അല്ലെങ്കിൽ അതൊരു കൂടുതൽ ദുരുപയോഗപ്പെടാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് സഭയുടെ പ്രകാരം എന്തെങ്കിലും ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അല്പം കൂടി ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരണം ഈ കാലഘട്ടത്തിൽ. ഞാനിപ്പോൾ ഇത് ചോദിക്കാൻ കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഈ വിശുദ്ധവാരത്തിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ ചിലപ്പോൾ ഈ പറയുന്ന ഒരു ചർച്ച ചിലപ്പോൾ ഒരു ഉപകാരമായെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അച്ഛന് കൂട്ടിച്ചേർക്കാനായിട്ടുണ്ടോ? ചിലരിങ്ങനെ വാദിക്കാറുണ്ട്, കൈകളിൽ വിശുദ്ധ കുർബാന കൊടുക്കുന്നത് കൊണ്ട് വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് വാദിക്കുന്നവരും വിചാരിക്കുന്നവരും ഉണ്ട്. നമുക്ക് അതിന്റെ പേരിൽ വിശുദ്ധ കുർബാന കൈകളിൽ കൊടുക്കാൻ പാടില്ല എന്ന് മറിച്ച് പറയാമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ചില ഇടവകകളിലെങ്കിലും പ്രത്യേകിച്ചും സംശയകരമായ രീതിയിൽ ആരെങ്കിലും കുർബാന സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അപരിചിതരായ ആൾക്കാർ മറ്റേതെങ്കിലും കാരണത്താൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വിശുദ്ധ കുർബാന കൈകളിൽ സ്വീകരിച്ചിട്ട് ഉൾക്കൊള്ളാതെ, നാവിലേക്ക് സ്വീകരിക്കാതെ കൈക്കലാക്കി കടന്നു കളയുന്ന രീതിയിൽ പെരുമാറുന്നതുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്ന ചില ഇടവുകളും ചില സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. കാരണം അവർ അത്തരം കാര്യങ്ങൾ സംശയിക്കുന്നത് കൊണ്ടാണ്. അതിൽ തെറ്റില്ല, അത്തരം ജാഗ്രത പാലിക്കുന്നതിൽ തെറ്റില്ല. അതേസമയം ഈ കൈകളിൽ സ്വീകരിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്നും അതിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുപോകാതിരിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മൾ ഈ കാലത്ത് വിശുദ്ധ കുർബാന കൈകളിൽ സ്വീകരിക്കുന്നത് ഒരു സാധാരണമായി മാറിയിട്ടുണ്ട്. അതിനെ ഭാവാത്മകമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കുകയും ചെയ്യാം. അതേസമയം ദുരുപയോഗത്തിനുള്ള സാധ്യത മറ്റാരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടെങ്കിൽ വേണ്ട കരുതലുകൾ വൈദികരും അല്ലാത്തവരും എടുക്കുന്നുണ്ട്, എടുക്കേണ്ടതുമാണ് എന്നുകൂടെ മാത്രമാണ് എനിക്ക് കൂട്ടിച്ചേർക്കാൻ തോന്നുന്നത്. ഓക്കെ, അച്ഛനൊരു കോളേജിന്റെ ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ ഒത്തിരി ഭാരിച്ച ചുമതലകൾ ഉള്ള കുട്ടികളുടെ കാര്യമാണെങ്കിലും ഫുൾ കാര്യങ്ങളാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ തിരക്കുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അച്ഛൻ്റെ വിലപ്പെട്ട സമയമാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ചെലവഴിച്ചത്. ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ യുവജനങ്ങൾ മാത്രമല്ല സമൂഹം മുഴുവൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് അച്ഛൻ ഞങ്ങളോട് ഷെയർ ചെയ്തത്. ഇത് ഒത്തിരി പേർക്ക്, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാകും. ഒത്തിരി പേർക്ക് ഇതൊരു വെളിച്ചമാകും. ദിവ്യകാരണത്തെ കൂടുതൽ സ്നേഹിക്കാനും, യുവജനങ്ങളായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ദിവ്യകാരണത്തെ കൂടുതൽ സ്നേഹിക്കാനും വിശുദ്ധ കുർബാനയിലേക്ക് കൂടുതൽ ആഴപ്പെടുവാനും ഇന്നത്തെ ഈ ചർച്ച പ്രയോജനകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അച്ഛൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. തുടർന്നും അച്ഛൻ്റെ സഹകരണം പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും പ്രത്യേകിച്ച് ഇന്നത്തെ പ്രോഗ്രാമിൽ വന്ന് ഞങ്ങളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന് യേശുനാമത്തിൽ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.
വളരെ സന്തോഷം. സഭയെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച്, വൈദികരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ കുർബാന എന്നുള്ള കാര്യം. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ പറ്റി പറയാനും വിശുദ്ധ കുർബാനയുടെ കാര്യങ്ങളിൽ വ്യാപൃതരാകാനും വൈദികർ സമയം ചെലവഴിക്കുക എന്നുള്ളത് അവരുടെ തീർച്ചയായിട്ടും അവരുടെ കടമയാണ്. അത് കഴിഞ്ഞ് മറ്റു കടമകളുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ സമയം തീർച്ചയായിട്ടും വിലപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത്. എന്നെ സംബന്ധിച്ചും വ്യക്തിപരമായിട്ടും ഒരുപാട് പേരിലും അവരുടെ ജീവിതത്തിലും വിശുദ്ധ കുർബാന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുകയും ഈശോയുടെ വിശുദ്ധ കുർബാനയിലെ സാന്നിധ്യം കൂടുതൽ അറിയപ്പെടുകയും ആദരിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യണമെന്നാണ് സഭ മുഴുവനായിട്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യത്തിന് എന്നേരം ആരാധനയും മഹത്വവും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. താങ്ക് യു സോ മച്ച്. താങ്ക്സ്. നമ്മുടെ ചർച്ചകൾ ഓരോ എപ്പിസോഡ് പോകുമ്പോഴും വിശ്വാസികൾ കൂടുതൽ ആഴപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ചർച്ചയിലും വിശുദ്ധ ദിവ്യകാരുണ്യത്തോടുള്ള നമ്മുടെ ഭക്തിയും ആദരവും ഒന്നും കൂടി ആഴപ്പെടുകയാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം നമുക്കറിയാം, രക്തസാക്ഷികളുടെ ചുടുനിടം വീണ മണ്ണിലാണ് സഭ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ അടി കൊള്ളുമ്പോഴും ഇടയന്മാരുടെ ഒപ്പം കൂടെ ചേർന്ന് നിൽക്കുന്ന ആട്ടിൻപറ്റം എന്ന പോലെയാണ് കത്തോലിക്ക. ഇന്ന് ഒരു സ്ഥലത്ത് കത്തോലിക്ക ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ കുർബാന അവഹേളിക്കപ്പെട്ടപ്പോൾ അവിടെ വൈദികരോട് ചേർന്ന് വിശ്വാസ സമൂഹം കൂടുതൽ ദൈവത്തോട്, ദിവ്യകാരുണ്യത്തോട് അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഇത്തരത്തിൽ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും നിങ്ങളുടെ വിശ്വാസസംബന്ധമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനുമായി നൈസ് ടെംപ്ലർ എന്നും നിങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുകയാണ്. നമ്മുടെ ചർച്ചകൾ ഇവിടെ നിന്നും കൊണ്ട് അവസാനിക്കുന്നില്ല. വീണ്ടും മറ്റൊരു അതിഥിയായി നിങ്ങളുടെ വിശ്വാസസംബന്ധമായ മറ്റു ചില സംശയങ്ങൾക്ക് ഉത്തരവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.